സാംസങ്ങിൻ്റെ F36 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് F36 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ F36 5Gയിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇതിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുള്ളൂ, പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരില്ല. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ വരും. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വന്നേക്കാം. പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ എന്നുള്ളത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഈ ഒരു ഫോണിൽ എക്സിനോസിൻ്റെ 1380 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ വില ഒരു 17,500 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കും ഇത് സാംസങ്ങിൻ്റെ തന്നെ സ്വന്തം ഒരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വരും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇതിൽ വരുന്നതായിരിക്കും. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ NFC സപ്പോർട്ടൊക്കെ ഇതിൽ വരും. ഫോൺ വെട്ട നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് VC ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. നോക്സ് വോൾട്ട് എന്നുള്ള സെക്യൂരിറ്റി ഫീച്ചർ ഇതിൽ വരും. പിന്നെ സിംഗിൾ സ്പീക്കർ ഇതിൽ വരുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഇതിലുണ്ടായിക്കൊള്ളണം എന്നില്ല. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരില്ല. Android 15 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ സാംസങ്ങിൻ്റെ ഫോണുകളിൽ പൊതുവെ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പം ഈ ഒരു ഫോണിലും മിക്കവാറും കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. 6 കൊല്ലത്തെ OS അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 50 മെഗാപിക്സലിൻ്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ഇതിൽ OSൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ OSൻ്റെ സപ്പോർട്ട് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും ഇതിൽ വരും. പിന്നെ ഫ്രണ്ടിൽ 13 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പം അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആയിരിക്കും വരിക. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ആവറേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ആയിരിക്കും വരിക. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ ചാർജറും ഉണ്ടാവില്ല, ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 19 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ സാംസങ് M36 5G എന്നൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു F36 5G എന്ന സ്മാർട്ട് ഫോൺ ആ ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. അപ്പം ഈ ഒരു ഫോൺ ആ ഫോണിൻ്റെ അതേ പ്രൈസിങ്ങിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പം ആ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ 17,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോണും 17,500 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിച്ചേക്കാം. പിന്നെ ഈ രണ്ട് ഫോണുകളും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരിക ഡിസൈനിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡിഫറൻസ് വന്നേക്കാം. പിന്നെ M36 5Gയുടെ സെയിൽ ആമസോൺ വഴി ആയിരിക്കും നടക്കുക. F36 5Gയുടെ സെയിൽ ഫ്ലിപ്കാർട്ട് വഴി ആയിരിക്കും നടക്കുക. എന്തായാലും സാംസങ്ങിൻ്റെ F36 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.